ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നുസി ഗ്രീൻ. ഇന്ന് നമ്മൾ ഗ്രിൽഡ് ഐറ്റംസിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ കഴിക്കുന്ന സമയത്ത് കുബൂസിൻ്റെ സൈഡൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. ഹോം മെയ്ഡ് ഹമ്മൂസ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടി വെള്ളക്കടല ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേവിക്കാനായിട്ട് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് വെള്ളവും ഒഴിച്ച് ഉപ്പും ആഡ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇതിന് പകരമായി ക്യാനിൽ വരുന്ന കടലയും ഉപയോഗിക്കാം. ക്യാനിൽ വരുന്ന കടല വേവിച്ചെടുത്തതായിരിക്കും. കടല വെന്തതിന് ശേഷം ഇത് 4 കപ്പുണ്ട്. ഇനി ഇതിലെ വെള്ളമെല്ലാം മാറ്റി വെക്കണം. ഈ വെള്ളം ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം കടല അരച്ചെടുക്കുന്ന സമയത്ത് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളിയും 6 പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ എരിവൊന്നും മുന്നിൽ നിൽക്കില്ല. 1 ടീസ്പൂൺ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള മല്ലിയിലയും 1/2 കപ്പ് തൈരും വെള്ളവും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/3 കപ്പ് തഹീനയും 1/3 കപ്പ് ഒലീവ് ഓയിലും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇത്തിരി ലെമൺ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. റെഡിമെയ്ഡ് തഹീനി സോസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ള എള്ള് ഇട്ടിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എള്ള് വറവായിട്ട് നല്ലൊരു മണം വന്ന് ചെറുതായിട്ട് നിറം മാറി വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം ഒരു നുള്ളു ഉപ്പും 3-4 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുത്താൽ തഹീനി സോസ് റെഡിയായി. ഹമ്മൂസ് അരച്ചെടുത്ത ഉടനെ തന്നെ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് ഇതിങ്ങനെയാക്കി അതിന് മുകളിൽ കുറച്ച് ഒലീവ് ഓയിലും കൂടെ ഒഴിച്ച് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് മുകളിലൂടെ കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിലും കൂടെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കാണാനുള്ള ഭംഗിക്ക് വേണ്ടി കുറച്ച് ഒലീവും മല്ലിയിലയും വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഹമ്മൂസ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇൻഷാ അള്ളാ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.